കേരള കോൺഗ്രസിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇപ്പോൾ കോട്ടയത്ത് ആരംഭിച്ചിരിക്കുകയാണ്. സുപ്രധാന നേതാക്കൾ എല്ലാവരും പാർട്ടി ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. മുന്നണി മാറ്റം എന്നത് ഒരിക്കലും തുറക്കാത്ത പുസ്തകവും അധ്യായവും എന്ന് ജോസ് കെ മാണി പറഞ്ഞു. വിഷയം യോഗ അജണ്ടയിൽ ഇല്ല എന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ജോസ് കെ മാണിയുടെ വാക്കുകളിലേക്ക്. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ പറ്റി എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇനി ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോടും. കൂറുമാറ്റ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും നിലപാട് സുദൃഢമാണെന്നും റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാണ്. കെ എം മാണി പഠിപ്പിച്ച വഴിയെ യാത്ര ചെയ്യുന്ന പാർട്ടിയായത്. നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട്. അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത്, ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിന് വിരാമം വിട്ടു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. അതേസമയം ഇടതുമുന്നണി വിടണമെന്ന ആവശ്യം പാർട്ടിയിലെ UDF അനുകൂലികൾ ഉയർത്തുമെന്നാണ് സൂചന. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് അനിൽ ജോർജ് ചേരുന്നുണ്ട്. അനിൽ, എല്ലാ കാലത്തും കേരള കോൺഗ്രസ് ഈ സ്വഭാവത്തിൽ തന്നെയാണ് പെരുമാറുക, ചർച്ചകൾ ഈ മട്ടിൽ തന്നെയാണ് പുരോഗമിക്കുക, നിർണായകമായ ഒരു തീരുമാനം വളരെ വേഗത്തിൽ സ്വീകരിക്കുക എന്നതാണ് പിന്നീട് നമ്മൾ കാണുക. 2020 മുന്നണി മാറ്റത്തിലടക്കം നമ്മളത് കണ്ടതാണ്. ഇപ്പോഴത്തെ ചർച്ചകളുടെ ഗതി ഏത് നിലയ്ക്കായിരിക്കും? ആരെല്ലാം ഏതെല്ലാം പക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? ഹർഷൻ, നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചു. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അതായത് UDFിലേക്ക് കണ്ണുവച്ചിരിക്കുന്നവർ തന്നെ പറയുന്നത് ഇന്നൊന്നും സംഭവിക്കുന്നില്ല ഇരിക്കാം, പക്ഷേ സംഭവിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജോസ് കെ മാണി പറഞ്ഞതുപോലെ ചിലരൊക്കെ ആ പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. തുറന്നു വെച്ച പുസ്തകം അടയ്ക്കാൻ അവർ തയ്യാറായിട്ടുമില്ല. പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, രണ്ടുപേരും ആശങ്ക ഉള്ളവർ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഹർഷൻ, നമുക്കറിയാവുന്ന പോലെ കേരള കോൺഗ്രസിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു ഘടകം സഭകളുടെ നിലപാടാണ്. അതിൽ പ്രത്യേകിച്ചും സീറോ മലബാർ സഭ എക്കാലത്തും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. മുമ്പ് ജോസഫ് മാണി ലയനത്തിലും ഇത്തരത്തിലൊരു നിലപാട്, ശക്തമായ നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് സമാനമായ നിലയിൽ ഇപ്പോൾ നിലപാട് സ്വീകരിക്കാൻ സഭയുടെ നേതൃത്വം തയ്യാറാവുന്നില്ല. അതായത് ഒന്നടങ്കം അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് പോകുന്നില്ലെങ്കിലും ചങ്ങനാശ്ശേരി അതിരൂപതയും പാലാ രൂപതയും കടുത്ത സമ്മർദ്ദം കേരള കോൺഗ്രസ് എമ്മിന് മേൽ ചെലുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ജോ മൈക്കിളിൻ്റെ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി, സെബാസ്റ്റ്യൻ കുളത്തിങ്ങളുടെ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന പാലാ രൂപതയും ഇത്തരത്തിലുള്ള സമ്മർദ്ദം അവരുടെ മേൽ ചെലുത്തുന്നുണ്ട്. അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ, ഇന്നത്തെ ചർച്ചയിൽ ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചെയർമാൻ പറയുമ്പോൾ പോലും നിർണായകമായ നിലയിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് UDFിലേക്ക് കണ്ടുവച്ചിരിക്കുന്ന ആളുകൾ പറയുന്നത്. അതിൽ നിന്ന് ആരൊക്കെ എവിടേക്ക്, അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് വ്യക്തമാകും എന്നതും അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം ഇപ്പോൾ തുറന്നവർ ആരും അടയ്ക്കാൻ അത് തയ്യാറായിട്ടില്ല. പ്രത്യക്ഷത്തിൽ ആ പുസ്തകം വായിച്ച് കഥ പറയാൻ തയ്യാറാവുന്നില്ല എന്നതേ ഉള്ളൂ. പക്ഷേ വരും ദിവസങ്ങളിൽ ആ പുസ്തകം തുറന്നു തന്നെ ഇരിക്കും എന്ന കാര്യം ഉറപ്പാണ്, ഹർഷൻ.